സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാസമ്മേളനം, സെഞ്ചുറി സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൂരിയാട് വെച്ചിട്ടാണ് എന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രഖ്യാപിക്കുന്ന നിങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതും മലപ്പുറം ജില്ലയിലെ കൂരിയാട് വെച്ചിട്ടാണ് നടക്കുന്നത്. കൂരിയാട് വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്നാ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വഹാബ് സക്കാഫി മമ്പാടിന്റെ ഒരു പ്രസംഗമുണ്ട്. പണ്ട് ഷാർ മുബാറക്ക് വിഷയത്തിൽ ഈ കൂരിയാട് നദവി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പണ്ഡിതൻ കൂരിയാട് അങ്ങാടിയിൽ വെച്ച് പല പ്രസംഗവും പച്ച കള്ളത്തരം വന്ന് വിളിച്ചോതിയ സമയത്ത് അന്ന് മമ്പാട് വഹാബ് സക്കാഫിയും അതേപോലെ അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പിരിയവും അക്കമിട്ട് മറുപടി കൊടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കോഴിക്കോട് വന്നിട്ട് ഇതേ വഹാബുദ്ദീൻ നദവി കൂരിയാടുകാരൻ കോഴിക്കോട് വന്നിട്ട് പച്ചക്കളവ് പറഞ്ഞ സമയത്ത് വഹാബ് സക്കാഫി നേരെ പോയി മമ്പാട് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും ഈ മമ്പാട് അങ്ങാടിയിൽ വെച്ച് കൂരിയാട് നദവിയുടെ മൂക്കിന് ചോട വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രസംഗം ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടി പറ്റും. കൂരിയാട് നദവി കളിച്ചു വളർന്ന തിരുമുറ്റത്ത് വെച്ച് തന്റെ അടുത്തോട് ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനതയുടെ പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. പറയൂ മുസ്ലിയാരെ സനത്. പ്രസംഗം അന്ന് വഹാബ് സക്കാഫി നടത്തിയത്. അതുകൊണ്ട് തന്നെ സമസ്ത സെഞ്ചുറി നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൂരിയാട് നദവിയുടെ മൂക്കിന് ചുവടെയാണ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു മഹത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, രംഗത്തിറങ്ങണം. ഇനി 3-4 മാസം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ആഗസ്റ്റായി, ജനുവരി മാസത്തിലാണ് സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ നാട്ടിലും എന്ത് ചെയ്യണം, സെഞ്ചുറിയുടെ ബോർഡുകൾ വെക്കണം. ഓരോരുത്തരും വ്യക്തിപരമായിട്ടെങ്കിൽ വ്യക്തിപരമായിട്ട്, സംഘടനാപരമായിട്ടാണെങ്കിൽ സംഘടനാപരമായിട്ട് അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, ഓരോ നാട്ടിലും എന്ത് ചെയ്യണം, ബോർഡുകൾ ഉണ്ടാവണം. നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ സെഞ്ചുറിയുടെ ബോർഡുകൾ ഉണ്ട് എന്ന് അവർക്ക് എന്ത് ചെയ്യണം, കാണണം. അവർ കണ്ടു കഴിഞ്ഞാൽ അവർ പോയിട്ട് അവരുടെ നാട്ടിലും വെക്കും. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കണം. പ്രചരണ രംഗത്ത് സജീവമായിട്ട് എല്ലാവരും ഉണ്ടാവണം. അതേപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ഒരു സെഞ്ചുറി നിധി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ്, ഈ ബോക്സ് എല്ലാവരിലേക്കും എത്തിച്ചിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണം, അകമൊഴിഞ്ഞ് സഹായങ്ങൾ നൽകിയിട്ട് ആ സമ്മേളന വിജയത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രയത്നിക്കണം. കാരണം സമസ്ത 100 വർഷം തികഞ്ഞ് യഥാർത്ഥ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണല്ലോ. അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനൊരു മഹത്വം കൂടിയുണ്ട്. അനവഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും സുന്നികൾക്ക് വേണ്ടിയിട്ട് പൊരുതും എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട താജുൽ ഉലമ എട്ടിക്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നും ഈ സുന്നി സമൂഹത്തിന്റെ കൂടെ ഉണ്ടാവും. അതേപോലെ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത MA ഉസ്താദ് സഅദിയ അറബി കോളേജിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതേപോലെ ആ കാലഘട്ടത്തിൽ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നയിച്ച ചിത്താരി ഉസ്താദ് അൽമക്കറിന്റെ തിരുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് പലരും, ബഹുമാനപ്പെട്ട ഗുണ്ടൂർ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളും ഔലിയാക്കളും സാദാത്തുക്കളും അതേപോലെ മമ്മദാജി, എന്താ പറയാ, ബഹുമാനപ്പെട്ട മമ്മദാജി അവർകള്, അതേപോലെയുള്ള പലരും അന്ത്യവിശ്രമം കൊള്ളുന്ന പല സ്ഥലങ്ങളിലായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരെല്ലാം അനുഗ്രഹവും ആശീർവാദവും ഈ സുന്നി സമൂഹത്തിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തകന്മാരും സമസ്ത സെഞ്ചുറിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഈ നിധി, സ്നേഹനിധി, ഇത് വിജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോരുത്തരും വ്യക്തിപരമായിട്ട് സംഘടനാ പ്രവർത്തകന്മാർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കരുത്. എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.